ഹായ് ഗുഡ് മോർണിംഗ്. ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഡേറ്റിംഗ് ഡേ ആയിട്ടാണ്. രാവിലെ എണീറ്റ് ഫ്രഷ് ആയി അടുക്കളയിൽ വന്നാൽ ഒരു ചായ നിർബന്ധമാണേ. അത് എനിക്ക് മാത്രമല്ല, ഒട്ടുമിക്ക ആൾക്കാർക്കും അങ്ങനെയാണല്ലേ. പിന്നെ മക്കളെയൊക്കെ പറഞ്ഞ് സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാറല്ലേ. അങ്ങനത്തെ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാനുള്ള ടൈമായി കേട്ടോ. മോള് സ്കൂളിൽ പോയതിന് ശേഷമാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഏകദേശം 9-9:30 ആവും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇഡ്ഡലിയും സാമ്പാറുമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ് ഇഡ്ഡലിയും സാമ്പാറും. വയററിയാതെ ഞാൻ കഴിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ 4 ഇഡ്ഡലിയും കുറേ സാമ്പാറും എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് കൂട്ടിക്കുഴച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണേ. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ രാവിലെ മിച്ചം ചായ ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെള്ളം കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനത്തെ പാത്രം കാലിയായെന്ന് അറിഞ്ഞില്ല, പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. സമയം പോകുന്നത് അറിയില്ല കേട്ടോ. അതിനിടയ്ക്ക് ഉച്ചയായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ചോറും പിന്നെ കായും പയറും കൂടെ ഇട്ട് വെച്ചതാണ്. അങ്ങനെ ഒരു കാട്ടിക്കൂട്ടൽ തോരനും പിന്നെ ഇലത്തോരനും ഉണ്ടായിരുന്നേ. പിന്നെ കിഴങ്ങും ഉണ്ടായിരുന്നു. കൂട്ടാനായിട്ടുണ്ടായിരുന്നത് മീൻകറിയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നെല്ലിക്കയും മാങ്ങയും എടുത്തിട്ടുണ്ടായിരുന്നേ. അൽഹംദുലില്ലാ അത്യാവശ്യം നല്ല രീതിയിലുള്ള ആഹാരമായിരുന്നു കേട്ടോ ഉച്ചയ്ക്കും. ഈ നെല്ലിക്ക ആദ്യമേ തന്നെ ഞാനങ്ങ് കഴിക്കും കേട്ടോ, എന്നിട്ടേ ചോറ് കഴിക്കത്തുള്ളൂ. എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ കിഴങ്ങും ചോറും മീനൊക്കെ ആയിട്ട് കഴിക്കാൻ. കിഴങ്ങും മീൻകറിയൊക്കെ ആയിട്ട് ഒരു പിടി പിടിക്കുന്ന അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇപ്പം അത് സ്കൂളിൽ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ വീട് സൈലൻ്റ് ആണ് കേട്ടോ. ഒച്ചപ്പാടോ ബഹളോ ഒന്നും തന്നെ ഇല്ല. അവളില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അവളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ വിടാണ്ടിരിക്കാൻ പറ്റുമോ അല്ലേ. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പാത്തുവിനെ വിളിക്കാൻ പോകാൻ നേരെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ 3 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഫുഡ് കഴിക്കാറ്. അങ്ങനെ ഞാൻ ഫുഡും കഴിച്ച് ഞാൻ അവളെ വിളിക്കാൻ പോയി. മോള് സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുറച്ച് വെള്ളം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നേ, ഞാൻ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് ഞാനും കുടിച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലുണ്ടായിരുന്ന ഒരു പേരാണ് കേട്ടോ രസ്ന എന്നുള്ളത്. അതാണ് ഇപ്പോൾ എനിക്കത് ഇങ്ങനെ ഒരു ഷോപ്പിൽ ഇരിക്കുന്ന കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ വൈകിട്ട് ചായ കുടിയൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കേക്കും ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അതിൽ നിന്ന് ഞാനൊരു കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ചായ ഞാൻ സ്കിപ്പ് ചെയ്യുന്നതാണ് കേട്ടോ, കഴിവതും കുടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കും. പിന്നെ ഇതുപോലുള്ള ഐറ്റംസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കഴിക്കും കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ കിഴങ്ങ് മീൻ കറിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ. നിങ്ങൾക്കും അങ്ങനെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. ചില ദിവസങ്ങളിൽ മാത്രമേ നമ്മൾ ഫാസ്റ്റ് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് റെഗുലർ നമ്മൾ ഇന്ന് ഉണ്ടാക്കും പോലെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ രാത്രി ആയപ്പോൾ ഗോതമ്പ് പുട്ടും പഴവും ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ആവി പറക്കുന്ന പുട്ട് വേണം കേട്ടോ കഴിക്കുകയാണെങ്കിൽ, ആ ഗോതമ്പ് പുട്ടിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഞാൻ ചൂടോടെ കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഡേറ്റിംഗ് ഡേ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. താങ്ക്